സാർ, നമ്മള് ഈ ഇപ്പോ പാകിസ്ഥാന്റെ ഭീകരവാദികൾ കാശ്മീരിൽ നിരപരാധികളായ 26 പേരെ അല്ലെങ്കിൽ 27 പേരെ കൊല ചെയ്ത ഈ പറയുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ലോകരാഷ്ട്രങ്ങളെ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയിച്ചു കഴിഞ്ഞു. ഇത് അറിയിച്ചതിന് ശേഷം തുടർന്ന് ലോകരാഷ്ട്രങ്ങളിൽ ചൈന, പാകിസ്ഥാൻ, ആദ്യം പാകിസ്ഥാൻ ഇതിൽ പങ്കുണ്ടെന്ന് പറയുകയും പിന്നീട് പങ്കില്ലെന്ന് പറയുകയും നമ്മളെ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തു. ഇപ്പൊ ചൈന പാകിസ്ഥാനൊപ്പം ചേർന്നു എന്ന് തീർത്തും വ്യക്തമാണ്. അമേരിക്ക ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു ഭാഗത്തേക്ക്. ഇതിൽ ന്യായം ഇന്ത്യയോടൊപ്പമാണ്. സർ, ചൈന, അമേരിക്ക, മറ്റ് ലോകരാഷ്ട്രങ്ങൾ, മറ്റ് മുസ്ലിം ലോകരാഷ്ട്രങ്ങൾ ഒക്കെ എടുത്തിരിക്കുന്ന ഈ സ്റ്റാൻഡ് ഇന്ത്യ അവരോട് കാണിക്കുന്ന ആ ഒരു സൗഹൃദത്തിന് ഒത്ത രീതിയിലാണോ? അത് മാത്രം ഒന്ന് പറയാം സർ, പ്രത്യേകിച്ച് ചൈനയുടെ. അതില് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ലോകരാജ്യങ്ങള്, അത് ഏത് രാജ്യമാണെങ്കിലും ഈ സന്ദർഭങ്ങളിലൊക്കെ പറയുന്നത് പലപ്പോഴും ഒരു ഫോർമാലിറ്റിയാണ്. അതിനപ്പുറമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ അവരെല്ലാം ഭാരതത്തിന്റെ കൂടെ നിൽക്കുമെന്നോ, യുദ്ധം ഉണ്ടായാൽ ഭാരതത്തിനോട് ചേർന്ന് നിന്ന് യുദ്ധം ചെയ്യുമെന്നൊന്നും കണക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല, കണക്കാക്കാൻ പാടില്ല. അങ്ങനൊരു സഹായം ഭാരതം പ്രതീക്ഷിക്കുന്നുമില്ല. പിന്നെ അങ്ങ് സൂചിപ്പിച്ച അമേരിക്കയുടെ നിലപാട് വളരെ വ്യക്തവും കൃത്യവുമാണ്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം 1500 വർഷങ്ങളുടെ പഴക്കമുള്ളതാണ്, അത് അവർ തമ്മിൽ തീർത്തോളും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് തന്നെ ഫെബ്രുവരി മാസത്തില് വാഷിങ്ടണിൽ ചെന്നപ്പം ബംഗ്ലാദേശിന്റെ കാര്യത്തിലും അന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ആ വിഷയവും മോദി പരിഹരിച്ചോളും എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ ഒന്നുകൂടെ പറഞ്ഞു, മറ്റാരും അതിലിടപെടേണ്ട കാര്യമില്ല എന്നുള്ള കൃത്യമായ സന്ദേശം കൂടിയാണ് ട്രംപ് നൽകിയത്. വേറെ ആരുടെയും സഹായമില്ലാതെ അത് മാനേജ് ചെയ്യാൻ ഭാരതത്തിന് കഴിയും, നരേന്ദ്രമോദിയുടെ ഭാരതത്തിന് കഴിയുമെന്ന ഉറപ്പ് ട്രംപിനുണ്ട്. മറ്റുള്ളവർ ഇടപെടുന്നത് ഒഴിവാക്കുക എന്നൊരു സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. പക്ഷേ ചൈനയുടെ കാര്യം അങ്ങനല്ല. പാകിസ്ഥാന്റെ അടിത്തറ ഇളകിയിരിക്കുന്നു. വേണ്ടാത്ത പ്രവൃത്തി ചെയ്ത പാകിസ്ഥാൻ ഭാരതത്തിന്റെ പ്രഹരത്തിന് ഇരയാകേണ്ടി വരുമെന്ന് കൃത്യമായ ബോധ്യം വന്നപ്പം ഇസ്ലാമിക രാജ്യങ്ങൾ, സൗദി ഉൾപ്പെടെ പോലും സഹായിക്കാനില്ലെന്നും ചൈനയുടെ അടുത്തേക്ക് സഹായം തേടിയോ തെണ്ടിയോ പോയ പാകിസ്ഥാന് ചൈന ഒരാശ്വാസം കൊടുത്തിരിക്കുകയാണ്. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അങ്ങ് എന്നാണ് ചൈനയുടെ നിലപാട് അങ്ങ് മനസ്സിലാക്കുന്നത്? ആരിൽ നിന്നാണ് ചൈനയുടെ ആ സൂചന അങ്ങ് മനസ്സിലാക്കുന്നത്? എനിക്ക് തോന്നുന്നു ഇന്നത്തെ പത്രത്തിലായിരിക്കും വായിച്ചിട്ടുണ്ടാവും അല്ലേ? ഇന്നത്തെ പത്രത്തില് ചൈനയുടെ ഔദ്യോഗിക വക്താക്കൾ പറഞ്ഞപ്പോഴാണ് ചൈനയുടെ നിലപാട് എന്താണെന്ന് സാധാരണ എല്ലാവരും മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാനത് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അത് രണ്ടുപേരിൽ നിന്നാണ്. ഒന്ന് റോബർട്ട് വധേരയിൽ നിന്ന്, പ്രിയം അലക്സാണ്ടർ ബേഡിയിൽ നിന്ന്. റോബർട്ട് വധേരയുടെയും MA ബേബിയുടെ നിലപാടെന്ന് പറയുന്നത് ചൈനയുടെ നിലപാടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം എന്താ ഉള്ളത്? ചൈന പറയാതെ തന്നെ ചൈനയുടെ നിലപാട് ഭാരതത്തിൽ അഡ്വാൻസ് ആയിട്ട് അവരാണ് പറഞ്ഞത്. നമ്മൾ ആലോചിക്കണം, എന്താണ് ഈ പൊതു നിലപാട്? ഇന്നിപ്പം ചൈന പറഞ്ഞ നിലപാടെന്ന് പറയുന്നത് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അയ്യപ്പദാസ്ജി പറഞ്ഞതുപോലെ
ആദ്യം ക്ലെയിം ചെയ്തതുപോലെ റെസിസ്റ്റൻസ് ഫ്രണ്ട് അല്ല ഇത് ചെയ്തത്. നിഷ്പക്ഷമായ ഒരു അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. അത് തന്നെയാണ് ചൈനയും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു കാര്യം ഓർക്കുക, അതൊരു വിവരം കുറഞ്ഞ ആവശ്യമാണ്. ആദ്യം ഒരു കാര്യം ചെയ്യട്ടെ, ചൈനയുടെ പ്രദേശമായ ആ മുസ്ലിം കേന്ദ്രീകൃത പ്രദേശത്തെ ഉയ്ഗർ മുസ്ലിങ്ങളോട് കാണിക്കുന്ന കൊടും ക്രൂരതയിൽ നിഷ്പക്ഷമായ ലോകത്തെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തയ്യാറാണ്. മതന്യൂനപക്ഷങ്ങളെ പാകിസ്ഥാനിൽ അത് ക്രിസ്ത്യാനിയാണെങ്കിലും അഹമ്മദിയാണെങ്കിൽ പോലും അടിച്ചമർത്തുന്ന പീഡിപ്പിക്കുന്ന രീതിയെ കുറിച്ച് നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിന് പാകിസ്ഥാൻ തയ്യാറാണോ? രണ്ടു കൂട്ടരും തയ്യാറല്ല, ആവില്ല. ഭാരതത്തിന്റെ കാര്യം വന്നപ്പം ഇവിടെ കാശ്മീരില് അങ്ങ് പറഞ്ഞതുപോലെ കടന്നു കയറുന്ന ആളുകൾ ആദ്യം കലിമ ചൊല്ലാൻ ആവശ്യപ്പെടും. അത് ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതായത് അല്ലാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹനായ ദൈവമെന്നും വിധേയത്തിന് അർഹനായ ദൈവിക ശക്തിയെന്നും മറ്റാരെയും ആരാധിക്കുകയോ മറ്റാർക്കെങ്കിലും വിധേയപ്പെടുക ചെയ്യുന്നത് തെറ്റാണെന്നും മുഹമ്മദ് പ്രവാചകനാണെന്നും തോക്കിന്റെ മുനയിൽ നിന്നുകൊണ്ട് വെടിയുള്ളയെ ഭയന്നുകൊണ്ട് പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ അവന് ജീവൻ രക്ഷിക്കാം. അതും കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത പരിപാടി ഉടുതുണി അഴിച്ചു നോക്കും, അടിവസ്ത്രം ഉരിഞ്ഞു നോക്കും, ശരീരം പരിശോധിച്ച മുസ്ലിമായി മാറിയിട്ടുണ്ടോ എന്ന് നോക്കും. ഇത് രണ്ടുമില്ലെങ്കിൽ കൊലപാതകം ഉറപ്പാ. ആ കാശ്മീരിൽ ഇപ്പോൾ സംഭവത്തില് ഒരു പാവം അദ്ദേഹം പറഞ്ഞു, എനിക്ക് കലിമ ചൊല്ലാൻ അറിയില്ല, ഈസായി ഹൂന്ന്, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന്. അത് കേട്ട ഉടനെ 10 രൂപ ചോദിക്കാൻ വന്നയാള് ലോട്ടറി അടിച്ച പോലായി. ആ കൊലപാതകർക്ക് ആവേശം കൊണ്ടിരിക്കാൻ വയ്യായിരുന്നു. കാരണം പാലസ്തീൻ വിഷയത്തിൽ അവർക്കെതിരെ നിൽക്കുന്ന ഒരാള്, ഒരു ക്രിസ്ത്യാനിയെ കിട്ടിയപ്പം അവരുടെ ആക്കളത്തിന് അതിരില്ലായിരുന്നു. ആ പാവം പിടിച്ച മനുഷ്യൻ, ഞാനൊരു ഈസായിയാണ്, എനിക്ക് കലിമ ചൊല്ലാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പം അതിലെ നിറകയിലേക്ക് നിറയൊഴിച്ച് ആ പാവത്തിനെ നിശ്ചലമാക്കിയ ആ കൊടും ക്രൂരതയ്ക്ക് മറുപടി കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ഭാരതം ചിന്തിക്കുന്നത്. കൊടുക്കുന്ന മറുപടിയുടെ ആക്കം, അതിന്റെ ശക്തി, അതിന്റെ ബലം, അതിന്റെ പ്രകടന ശേഷി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ചൈനയെയും പാകിസ്ഥാനെയും പിന്തുണയ്ക്കുന്ന ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ്, സോണിയ കോൺഗ്രസ്, ഇസ്ലാമിക രാഷ്ട്രീയ ശക്തികളെയും ഞെട്ടിവിറപ്പിക്കുന്നതായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഈ രാജ്യത്തെ ജനതയ്ക്ക് ഒരു സംശയവുമില്ല. ഇവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് ഓർക്കേണ്ടതുണ്ട്, ഈ അവസ്ഥയിലേക്ക് അവരെത്തിയെന്നുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരം ഒരു നിലപാടിലേക്ക് എത്തിയെന്നാണ്. ഇന്ന് ലോകത്തിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയ ശേഷം ഏറ്റവും അധികം പ്രശ്നങ്ങളിൽ തുടരുന്ന 3 ശക്തികളുണ്ട്. ഒന്ന് കമ്മ്യൂണിസ്റ്റ് ചൈന, അതിന്റെ വളർച്ചയുടെ മുമ്പിൽ തടസ്സങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. 2 ഇസ്ലാമിക റിപ്പബ്ലിക്കായ പാകിസ്ഥാൻ, 3 അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്. ഈ 3 കൂട്ടരെയും ട്രംപിന്റെ സർക്കാർ നേരിടുന്നത് ആ താലിബ് എന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ടും ഒപ്പം തന്നെ പനാമ കനാലിലൂടെയും മെക്സിക്കോയിലൂടെയും ഒക്കെ ലഹരികളുടെ വിപണനം ലോകമാസകലം വളർത്തി ലോകത്തെ കീഴടക്കാൻ ശ്രമിച്ച ചൈനീസ് കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യത്വ
ശക്തികളുടെ വളർച്ചയ്ക്ക് തടയിടുവാൻ, ഒപ്പം തന്നെ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ കൾച്ചറൽ മാർക്സിസത്തിന്റെയും ക്യാൻസൽ കൾച്ചറിന്റെയും വോക്കിസത്തിന്റെയും ജൂതവിരുദ്ധതയുടെയും ഒക്കെ രാഷ്ട്രീയം കളിച്ച് അരാജകത്വത്തിലൂടെ ലോകത്തെ നശിപ്പിച്ച് വെടക്കാക്കി തനിച്ചാക്കാൻ ശ്രമിക്കുന്ന ആ കൾച്ചറൽ മാർക്സിസ്റ്റ് ശക്തികളെ അവരുടെ ശരിക്കും ഊർജദായക കേന്ദ്രങ്ങളായ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും തന്നെ അവരുടെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ആ സ്ഥാപനങ്ങളെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു പുതിയ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു. കഴിഞ്ഞില്ല. പാലസ്തീനിലെ ആ വിഷയത്തിൽ ഇസ്രായേലിനോടൊപ്പം നിന്നുകൊണ്ട് ആ ഇസ്ലാമിക തീവ്രവാദ ശക്തികളെ ചെറുക്കുന്നതിനും ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വന്നിരിക്കുന്നു, തയ്യാറാവും. കഴിഞ്ഞില്ല. ലോകത്തിലെ ഇസ്ലാമിക തീവ്രവാദ ശക്തികളുടെ പ്രഭവ കേന്ദ്രവും സംരക്ഷണ കേന്ദ്രവുമായ ഇറാൻ, ആ ഇറാനിലെ മുള്ളാ ഭരണകൂടത്തിനെതിരെ, മതമൗലിക വാദ ജിഹാദി ഭരണകൂടത്തിനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കൃത്യമായ രീതിയിൽ രണതന്ത്രം തയ്യാറാക്കി ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത പാകിസ്ഥാൻ പിടിച്ചു നിൽക്കാൻ വേണ്ടി യുദ്ധത്തിന്റെ കാര്യം പോകട്ടെ, ഒരു മാസം സാധാരണ ജനങ്ങൾക്ക് റേഷൻ കൊടുക്കാൻ പോലും, അന്നം കൊടുക്കാൻ പോലും ആവശ്യമായ സാമ്പത്തിക ശേഷിയില്ലാത്ത പാകിസ്ഥാൻ ഇന്ന് ഒരു യുദ്ധത്തിന്റെ പ്രകോപനമായി വരുന്നെങ്കിൽ ഈ പേരും പറഞ്ഞ് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടുന്നതിന്, യാചിക്കുന്നതിന്, ഭിക്ഷ തണ്ടുന്നതിന് ഒരവസരം തേടിയാണ്. ഈ പേരിലാണെങ്കിലും എന്തെങ്കിലും ചൈനയിൽ നിന്ന് കിട്ടിയാൽ കാര്യമായി, അത്രയുള്ളവർക്ക്. പിന്നെ അങ്ങ് ചോദിച്ചൊരു കാര്യം ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ, വീണ്ടും വീണ്ടും ആണവ ശക്തിയുടെ പേര് പറഞ്ഞ് വിരട്ടിക്കൊണ്ടിരിക്കുന്ന രീതിയുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ പാകിസ്ഥാന് ഞങ്ങൾക്ക് മറ്റൊരു മേഖലയിലും ഭാരതത്തോട് പിടിച്ചു നിൽക്കാനുള്ള ശക്തിയില്ലെന്ന് തുറന്ന് സമ്മതിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ഓർക്കണം, ഞങ്ങൾ ആണവശക്തിയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പക്വതയില്ലാത്ത രാജ്യം എന്തെങ്കിലും അപകടം കാണിക്കെങ്കിലോ എന്ന് ഭയന്നുകൊണ്ട്, എന്ന് സംശയിച്ചുകൊണ്ട് ഭാരതത്തിന്റെ കയ്യിലുമില്ല ഈ സാധനം. അത് ആദ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇവന്റെ പ്രശ്നമേ തീരില്ലേ. അതിന് ഭാരതം മുതിരാത്തത് ഭാരതത്തിന്റെ സാംസ്കാരികവും ധാർമ്മികവുമായ ആ പാരമ്പര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഓർക്കണം. മാത്രമോ, ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴും, VP സിംഗ് മരിച്ചപ്പോഴും, നരസിംഹറാവു മരിച്ചപ്പോഴും, വാജ്പേയി മരിച്ചപ്പോഴും, ഡോക്ടർ മൻമോഹൻ സിംഗ് മരിച്ചപ്പോഴും, നരേന്ദ്രമോദി മരിക്കുമ്പോഴും ആ സിന്ധുവിലെ ജലത്തിന് മേളില് നമുക്ക് ലഭിക്കേണ്ട പൂർണ്ണ അളവും ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള നിർബന്ധമൊന്നും കാണിക്കാതെ ഭാരതം പാകിസ്ഥാനോട് കരുണ കാട്ടി. ഈ ഉടമ്പടി ഞങ്ങൾ റദ്ദാക്കുമെന്ന് പറയേണ്ട പല സന്ദർഭങ്ങൾ വന്നിട്ടും ഭാരതം അതൊന്നും ചെയ്തില്ല. മാത്രമോ, ബംഗ്ലാദേശ് യുദ്ധകാലത്ത് 93,000 പട്ടാള ഉദ്യോഗസ്ഥന്മാരെ കീഴടക്കി തടങ്കിലാക്കിയിട്ടും അവരെയും വിട്ടുകൊടുക്കുന്നതിൽ മഹാമനസ്കത കാണിച്ചു. ആ മഹാമനസ്കത കാണിച്ച ഭാരതത്തിനോടാണ് അന്ന് ഇവിടെ വന്ന് ഇന്ദിരാഗാന്ധിയോട് കേണ് വീണ് ഉടമ്പടിക്ക് വേണ്ടി പരിശ്രമിച്ച സുൽഫിക്കർ അലി ഭുട്ടോ ഇന്ദിരയെ പറ്റിച്ച് ഉടമ്പടിയുടെ സ്വഭാവം മാറ്റിയൊന്നും ഭുട്ടോ മിടുക്കനായി പോയെന്നതും മറ്റൊരു കാര്യം. എങ്കിലും ആ ഭുട്ടോയുടെ കൊച്ചുമകനാണ് ബിലാൽ ഭുട്ടോ ഇപ്പൊ നമ്മളോട് പറയുന്നത്
സിന്ധുവിൽ കൂടെ ജലമൊഴുകിയില്ലെങ്കിൽ ഭാരതിക്ക് രക്തമൊഴുകുന്നു. അതിന് ഇന്നലെ മറുപടി കൊടുത്തു ഹരീന്ദർ സിംഗ് പുരി എന്ന് പറയുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. അദ്ദേഹം പറഞ്ഞത്, വെള്ളം ഒഴുകുന്നില്ലെങ്കിൽ നീ അതിലൂടെ ചാടി ചത്താലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, വെറുതെ വിവരം കിട്ട വർത്തമാനം പറയരുത്. ഒരു കാര്യം ഭുട്ടോ ഓർക്കണം, ആവേശപൂർവ്വമായ പ്രസംഗം. ആ പാകിസ്ഥാനാണ് ഈ ബിലാൽ ഭുട്ടോയുടെ അപ്പൂപ്പൻ സുൽഫിക്കർ അലി ഭുട്ടോയെ കഴുകുമരത്തിൽ കഴിഞ്ഞ് തൂക്കിക്കൊന്നത്. ആ പാകിസ്ഥാനാണ് ഇദ്ദേഹത്തിന്റെ അമ്മയെ ബേനസീർ ഭുട്ടോയെ നിഷ്ഠൂരമായി ഇല്ലായ്മ ചെയ്തത്. ആ നാടിന്റെ പാരമ്പര്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് തോന്നിവാസവും പറയാം. പക്ഷെ ഭാരതം അതിനെ ഒന്നും പരിഗണിക്കുക പോലുമില്ല. പിന്നെ ആണവ ശക്തിയുടെ കാര്യം പറഞ്ഞു ഒന്നുകൂടെ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. മഹാഭാരത കഥയിൽ ശല്യർ വീണ് കഴിഞ്ഞപ്പം അശ്വത്ഥാമാവിനെയാണ് സൈന്യാധിപനാക്കിയത്. അവസാന ഘട്ടം കൗരവർ പരാജയപ്പെട്ടല്ലെങ്കിൽ അവസാന ഘട്ടം അത് മുന്നോട്ട് പോയപ്പം അശ്വത്ഥാമാവും അർജുനനും പരസ്പരം ബ്രഹ്മാസ്ത്രം എടുക്കുന്ന സന്ദർഭം ഉണ്ടായി. ബ്രഹ്മാസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിച്ചു കഴിഞ്ഞാൽ ലോകം നശിക്കുമായിരുന്നു. അതിന് ദൈവിക ശക്തികൾ രണ്ടുപേരോട് ഉപദേശിച്ചു, അസ്ത്രം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു. അത് പിൻവലിക്കാൻ ഉള്ള പ്രാഗൽഭ്യം അർജുനനുണ്ടായിരുന്നു. അർജുനൻ അത് ചെയ്തു, അശ്വത്ഥാമാവിനില്ലാതായി പോയി. അതേ അശ്വത്ഥാമാവിന്റെ അനുഭവം എന്താണെന്ന് എനിക്കറിയാം. അശ്വത്ഥാമാവിന്റെ ശിരസിലേക്ക് തന്നെ അദ്ദേഹം എയ്ത ബ്രഹ്മാസ്ത്രത്തിന്റെ പ്രഭാവം പ്രഹരം ചെന്നേൽക്കുകയും അയാൾ ഇങ്ങനെ എന്താ പറയേണ്ടത്, ജീവനും ജീവിതവും മരണവും ഇല്ലാത്ത തരത്തില് അലഞ്ഞ് തിരിഞ്ഞടക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് പാകിസ്ഥാനും ആധുനിക കാലത്തിൽ അലഞ്ഞ് തിരിയേണ്ട അനുഭവമാണ് കാത്തിരിക്കുന്നതെങ്കിൽ ചൈന സഹായിച്ചാലും ചൈനയ്ക്ക് വേണ്ടി എം.എ. ബേബിയോ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ മണിശങ്കർ അയ്യരോ റോബർട്ട് വധേരയോ ഒക്കെ ഭാരതത്തിനുള്ളിൽ നിന്ന് താങ്ങി നിർത്തുവാൻ ശ്രമിച്ചാലും പാകിസ്ഥാൻ വലിയ താമസമില്ലാതെ പടമായി മാറും എന്നതിൽ ഒരു സംശയവുമില്ല. വന്ദേ മാതരം. താങ്ക് യു സർ. താങ്ക് യു.